നമ്മളെല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ജീവിതത്തിൽ എന്തെങ്കിലും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണല്ലോ. പ്രധാനമായും സന്തോഷം അല്ലെങ്കിൽ സമാധാനം, ശാന്തത, ഇത് ഏതെല്ലാം വഴികളിലൂടെ നമുക്ക് ലഭിക്കും എന്ന് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പല വഴികളിലൂടെയും നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. ഏത് വഴിക്ക് പോയാലും എന്ത് ലഭിച്ചാലും ഇനിയും എന്തോ ഉണ്ട് എന്ന ഒരു ഫീലിംഗ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ഈ ഘട്ടത്തിലാണ് ആത്മീയത ആരംഭിക്കുന്നത്. മറ്റെവിടെ തിരഞ്ഞാലും എനിക്ക് കിട്ടാൻ കഴിയാത്ത ഒരു വസ്തു ആത്മീയതയിൽ ലഭിക്കുമെന്ന ഒരു വിശ്വാസം, അതാണ് ഈ ഒരു ജേണിയുടെ തുടക്കം. ഇതൊരു എസ്കേപ്പാണോ? ഒരിക്കലുമല്ല. ദിസ് ഈസ് നോട്ട് എൻ എസ്കേപ്പ്. ഇത് റിനൗൺസിങ് ദ വേൾഡ് ആണോ? നമ്മൾ ലോകത്തെ ത്യജിക്കുകയാണോ ചെയ്യുന്നത്? അല്ല. അങ്ങനെ ചിന്തിക്കുന്നവർ ഇതിനെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കാത്തതുകൊണ്ട് അങ്ങനെ പറയുമായിരിക്കും. ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് സോ. നമ്മൾ ഒരു സംഗതിയിൽ നിന്നും മാറി നിൽക്കാൻ പോകുന്നില്ല. നമ്മുടെ സ്വന്തം അനുഭവത്തിൻ്റെ വേരുകളുണ്ടല്ലോ, ആ റൂട്ടുണ്ടല്ലോ, അത് നമ്മൾ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. ചിലർ ഫാമിലി ട്രീ ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലേ, അവർക്ക് അവരുടെ വേര് എവിടെയാണെന്ന് അറിയണം. അതുപോലെ തന്നെ നമ്മുടെ യഥാർത്ഥ സ്വത്വം അത് കണ്ടെത്താനുള്ള ഒരു അന്വേഷണമാണ് ദ ജേർണി വിത്തിൻ, ടേണിങ് ഇൻവേർഡ് ടു നോ അവർ സെൽസ്, ടു അണ്ടർസ്റ്റാൻഡ് അവർ സെൽസ്. നമ്മൾ യഥാർത്ഥത്തിൽ ആരാണ് എന്ന് കണ്ടെത്തുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? പുറമേ ഉള്ള ഒരു സാഹചര്യത്തിനും ഒരു വസ്തുവിനും നമുക്ക് പുതുതായി ഒന്നും നൽകാനില്ല എന്നുള്ള ഉറച്ച വിശ്വാസം നമുക്കുണ്ടാവുകയാണ്. നമ്മിൽ നിന്നും ഒന്നും എടുത്തുകൊണ്ടു പോകാനും സാധിക്കില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവുകയാണ്. ആത്മീയതയുടെ ലക്ഷ്യം ഇത് മാത്രമാണ്. സോ ദെയർഫോർ വി മസ്റ്റ് നോട്ട് കൺസിഡർ സ്പിരിച്വാലിറ്റി ആസ് സെപ്പറേറ്റ് ഫ്രം ലൈഫ്. എന്തിനാണ് നമ്മളിത് ചെയ്യുന്നത്? എന്തിനാണ് നമ്മൾ ഈ യാത്ര തുടരുന്നത്? കൺഫ്യൂഷനുള്ള സമയത്ത് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട്, വ്യക്തത. നമ്മുടെ ജീവിതത്തിൽ കുറേ ചാലഞ്ചസ് ഉണ്ട്, വെല്ലുവിളികളുണ്ട്. ഇതൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മുടെ ഉള്ളിലുള്ള സന്തോഷവും സമാധാനവും നമുക്ക് നഷ്ടപ്പെടുന്നില്ല. സോ ദ ജേർണി വിത്തിൻ ഷോസ് ആസ് ദ റൂട്ട് ഓഫ് ഹാപ്പിനെസ്. സന്തോഷത്തിൻ്റെ ഉറവിടം പുറത്തല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയാണെന്നുള്ള ബോധ്യം നമുക്ക് വരികയാണ് ചെയ്യുന്നത്. ഒരിക്കൽ രമണ മഹർഷിയുടെ ഏറ്റവും പ്രിയ ഡിവോട്ടി എന്ന് വേണമെങ്കിൽ പറയാം, മുരുകനാർ, ഫോർമോസ്റ്റ് ഡിസൈപ്പിൾ, അദ്ദേഹം രമണ മഹർഷിയോട് ചോദിക്കുകയുണ്ടായി, എങ്ങനെയാണ് നമുക്കെല്ലാവർക്കും ഈ ഒരു സമാധാനവും സുഖവും കണ്ടെത്താൻ സാധിക്കുക? അതിൻ്റെ വഴി എന്താണ്? എന്തിനാ വെച്ചാൽ നമുക്ക് രക്ഷപ്പെടണം. ലോകത്തു നിന്ന് രക്ഷപ്പെടല്ല ചെയ്യുന്നത്, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ കഷ്ടതയിൽ നിന്ന് രക്ഷപ്പെടണം. ഹൗ ക്യാൻ പീപ്പിൾ ബി സേവ്ഡ്? അതിനുള്ള നിർദ്ദേശങ്ങൾ തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. മുരുകനാർ എന്ത് ചോദിച്ചാലും സാധാരണഗതിയിൽ രമണ മഹർഷി ഓക്കെ പറയുന്ന ഒരു പതിവുണ്ട്. രമണ മഹർഷി എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ പ്രധാന ഉപദേശങ്ങൾ 20 തമിഴ് ശ്ലോകങ്ങളിലായിട്ട് എഴുതി വെച്ചു. ഒരു പ്രത്യേക ഓർഡറൊന്നും ഉണ്ടായിരുന്നില്ല. ഇതാണ് മുരുകനാർ. അപ്പോൾ മുരുകനാർ വലിയ കവിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, കൺവെൻഷനലായിട്ട് നമ്മൾ ഒരു കവിതയൊക്കെ എഴുതുന്ന സമയത്ത് 40 എണ്ണം വേണം, 20 എണ്ണം പോരാ. അപ്പോൾ ഭഗവാനോട് പറഞ്ഞു ഒരു 20 എണ്ണം കൂടെ എഴുതാൻ. അതനുസരിച്ച് മഹർഷി എന്ത് ചെയ്തു? ഒരു 20 ശ്ലോകം കൂടെ എഴുതി. അപ്പോൾ ടോട്ടൽ എത്രയായി? 40 ഈ 40 ശ്ലോകങ്ങൾ നോക്കിയ സമയത്ത് കാവ്യകണ്ഠ ഗണപതി മുനി, മഹാനായിരുന്നു, വലിയ കവിയായിരുന്നു. പേര് തന്നെ കാവ്യകണ്ഠ എന്നാണ് അല്ലേ? എന്നതിനർത്ഥം വൺ ഹു ഹാസ് പോയട്രി ഇൻ ഹിസ് ത്രോട്ട് എന്നാണ്. കാവ്യമാണ്, കണ്ഠത്തിൽ കാവ്യമാണ്. അപ്പോൾ അദ്ദേഹത്തിന് രമണ മഹർഷിയുടെ സ്ഥാനം മനസ്സിലായി, മഹർഷി ആരാന്ന് മനസ്സിലായി. അങ്ങനെയാണ് മഹർഷി ഡിസൈപ്പിൾ ആവുന്നത്. അപ്പോൾ ഈ 40 വേഴ്സസ് കണ്ട സമയത്ത് മഹർഷിയോട് പറഞ്ഞു, ഇത് 2 എണ്ണം ഞാൻ എടുത്ത് ഇൻവൊക്കേറ്ററി ശ്ലോകങ്ങളാക്കിയിട്ട് മാറ്റാൻ പോവുകയാണ്. ആദ്യത്തെ 3 ബെനഡിക്ടറി വേഴ്സ് എന്ന് പറയും. അപ്പോൾ ഈ 40 എണ്ണത്തിൽ 2 എണ്ണം എടുത്തു, അത് മംഗള ശ്ലോകങ്ങളായിട്ട് മാറി. മഹർഷിയോട് പറഞ്ഞു 2 എണ്ണം കൂടെ ആഡ് ചെയ്യണം. മഹർഷി എന്ത് ചെയ്തു? 2 എണ്ണം കൂടെ ആഡ് ചെയ്തു. അപ്പോൾ ടോട്ടൽ 2 മംഗള ശ്ലോകങ്ങളും പിന്നെ 40 ശ്ലോകങ്ങളും. അതിൻ്റെ പേരാണ് ഉള്ളത് 40. ഉള്ളത് 40 എന്ന് പറഞ്ഞാൽ ഒരു തമിഴ് പോയമാണ്. ഭഗവാൻ ശ്രീ രമണ മഹർഷി കമ്പോസ് ചെയ്തതാണ്. എപ്പോഴായിരുന്നു അറിയോ? 1928 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിരുന്നു. വിച്ച് മീൻസ് 97 വർഷങ്ങൾക്ക് മുമ്പ് രമണ മഹർഷി രചിച്ച ഒരു തമിഴ് കവിതയാണ്. കവിതയാണെങ്കിലും നമുക്കെല്ലാവർക്കും ബാധകമായിട്ടുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതമാണ് ഇതിനകത്തുള്ളത്. മഹർഷിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് എഴുതി വയ്ക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പായിരുന്നു. കാരണം ചോദിച്ചത് മുരുകനാറായിരുന്നു, ആളുകളുടെ വിഷമം തീർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഒരു കംപ്ലീറ്റ് വർക്കായിട്ടാണ് മഹർഷി എഴുതി വെച്ചത്. ഫോർ എ റിയൽ സീക്കർ ഓൺ ദ പാത്ത് ഓഫ് ജ്ഞാനമാർഗത്തിൽ ഏറ്റവും തൽപരരായിട്ടുള്ളവർക്ക്,
മുമുക്ഷുക്കൾക്ക് വേണ്ടിയാണ് ഇത് എഴുതി വെച്ചത്. ഇതിന് ശേഷം പിന്നെ ഒരു 40 കൊണ്ട് എഴുതി, സപ്ലിമെൻ്റായിട്ട് എഴുതി. അപ്പോൾ ഉള്ളത് 40 എന്നുണ്ടെങ്കിൽ എന്താണോ ഉള്ളത്, ആ റിയാലിറ്റി 40 വേഴ്സസ് ആയിട്ട് എഴുതി വെച്ചു. അപ്പോൾ ഇതിൽ മംഗളശ്ലോകം 2 ഉണ്ടല്ലോ. അതിലാദ്യത്തത് ഇൻവൊക്കേറ്ററി ആണെന്ന് പറഞ്ഞു, മംഗളവെൺപ എന്ന് പറയും. സത്യത്തിൽ ഈ 1ാമത്തെ മംഗളശ്ലോകം ഒരു ഇൻവൊക്കേഷൻ മാത്രമൊന്നുമല്ല, ഇതൊരു കോംപ്രിഹെൻസീവ് ടീച്ചിങ് ആണ്. അതായത് ഈ ഉള്ളതോ 40 വേഴ്സിൽ എന്തെല്ലാം ഉണ്ട്, എന്തെല്ലാം വേണമോ അതെല്ലാം ഈ ആദ്യത്തെ വേഴ്സിലുണ്ട്. പക്ഷേ കുറച്ച് കടുകട്ടിയാണ്. അതിൽ ഉള്ള എന്ന വാക്ക് അദ്ദേഹം 14 തവണ ഉപയോഗിച്ചു. ഉള്ള എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തമിഴിൽ ഉള്ള എന്ന് പറഞ്ഞാൽ അതിൻ്റെ റൂട്ട് ടു ബി എന്നാണ്, അല്ലെങ്കിൽ ടു എക്സിസ്റ്റ് എന്നാണ്, ടു അബൈഡ് എന്നാണ്. അപ്പോൾ ഉള്ള എന്ന് പറഞ്ഞാൽ ദാറ്റ് വിച്ച് ഇസ്, എക്സിസ്റ്റൻസ് എന്ന് പറയുമല്ലോ, അതാണ്. അല്ലെങ്കിൽ ബീയിങ് എന്ന് പറയാം. നമ്മൾ സാധാരണ റിയാലിറ്റി എന്ന് പറയും, ട്രൂത്ത് എന്നൊക്കെ പറയും, അതാണ് ഉള്ള. ബാക്കി എല്ലാം പോയി കഴിഞ്ഞാലും ബാക്കി നിൽക്കുന്നത് ദാറ്റ് വിച്ച് റിമെയിൻസ്, അതാണ് ഉള്ള. അപ്പോൾ എന്തുകൊണ്ട് മഹർഷി 14 തവണ അത് ഉപയോഗിച്ചു? ആദ്യത്തെ മംഗള വെൺപ ഇൻവൊക്കേറ്ററി വേഴ്സിൽ എന്തിനാണ് ഉപയോഗിച്ചത്? മഹർഷി പോയറ്റിക്കലി ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരുടെയും മനസ്സിലേക്ക് ആഴത്തിൽ ഇറങ്ങാൻ വേണ്ടി ചുറ്റിക ഉപയോഗിച്ച് ഈ ഉള്ള എന്ന വാക്ക് അടിച്ച് താഴ്ത്തുകയാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക്. മഹർഷി പറയണം, നിങ്ങൾ വേറൊന്നുമല്ല, യു ആർ ഉള്ള. നിങ്ങളെന്താണ്? യു ആർ ദാറ്റ് ബീയിങ്, എക്സിസ്റ്റൻസ് എന്ന് പറയുകയാണ്. ഇതാണ് സത്യം എന്ന് പറയുകയാണ്. ബാക്കിയെല്ലാം നാമരൂപങ്ങളും എല്ലാം സത്യമല്ല, നിങ്ങളല്ല എന്ന് ഉറപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ 4 വരിയുള്ള ആദ്യത്തെ ഇൻവൊക്കേറ്ററി വേഴ്സിൽ ആദ്യത്തെ വരി ഇങ്ങനെയാണ്: ഉള്ളത് അലത്, ഉള്ള ഉണർവ് ഉള്ളതോ. ഇതാണ് ഉള്ളതലത്, ഉള്ള ഉണർവുള്ളതോ, ഇങ്ങനെയാണ്. ഇവിടെ നോക്കൂ, 4 തവണ ഉള്ള എന്ന് ഉപയോഗിച്ചു അല്ലേ. അപ്പോൾ ഇതിൻ്റെ കമൻട്രി സാധുവോമും മുരുകനാറൊക്കെ പറയുന്നുണ്ട്, ഈ ഉള്ള എന്ന് മഹർഷി ഇവിടെ ഉപയോഗിക്കാനുള്ള കാരണം ഈ വാക്കിൻ്റെ ഒരു കളിയല്ല ശരിക്ക്. സത്യത്തിൽ ഇത് മാത്രം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സത്യം കണ്ടെത്താൻ സാധിക്കും. അതാണ് അവരുടെ പക്ഷം. അപ്പോൾ ഒറിജിനൽ വർക്ക് ഉണ്ടല്ലോ മഹർഷിയുടെ, അതിൽ ഉള്ളതല്ല ഉള്ള ഉണർവുള്ളതോ എന്ന് കഴിഞ്ഞാൽ പിന്നെ 2 വാക്കും കൊണ്ടുണ്ട്, ഉള്ള പൊരുൾ എന്നുണ്ട്. പക്ഷേ മീനിങ് വരുന്ന സമയത്ത് ആ ഉള്ള പൊരുൾ എന്നുള്ള 2ാമത്തെ ലൈനിലേക്ക് കൊണ്ടുവരികയാണ് നല്ലത്. അത് കാരണം എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇത്രയേ ഉപയോഗിക്കുന്നുള്ളൂ, ഉള്ളതല്ല ഉള്ള ഉണർവുള്ളതോ. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ ഇതിൻ്റെ മീനിങ് മനസ്സിലാക്കുമ്പോൾ ഇൻഫർമേഷന് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ അനുഭവ കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കണം, അനുഭവിക്കണം. ഓരോ വാക്കിനും പാക്ഡ് മീനിങ് ആണ്, വേറെ ആർക്കും ഇങ്ങനെ എഴുതാൻ പറ്റില്ല. മഹർഷിയുടെ മഹത്വം നമുക്ക് മനസ്സിലാവുക ഉള്ളത് 40 പഠിക്കുമ്പോഴാണ്. വേദാന്തം കംപ്ലീറ്റ്ലി പിഴിഞ്ഞെടുത്ത് ഉള്ളത് 40ലേക്ക് കൊണ്ടുവന്നു. ആ ഉള്ളത് 40 ശ്ലോകങ്ങളിൽ വീണ്ടും പിഴിഞ്ഞ് മംഗള വെൺപയായിട്ട് കൊണ്ടുവന്നു. അതിലാദ്യത്തെ വരിയാണ് ഉള്ളതലത്, ഉള്ള ഉണർ ഉള്ളതോ. അപ്പോൾ സംസ്കൃതത്തിലും പിന്നെ തമിഴിൽ അതേപോലെ തെലുഗുവിലൊക്കെ ഈ ഒരു വേർഡ് ഓർഡറിന് ശരിക്കും വലിയ പ്രാധാന്യമില്ല, ഫ്ലെക്സിബിൾ ആണെന്ന് പറയും. ഈ വേർഡിൻ്റെ പൊസിഷൻ വെച്ചല്ല ശരിക്കും ഒരു ശ്ലോകത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വരിയുടെ അർത്ഥം മനസ്സിലാക്കേണ്ടത്, കേസ് എൻഡിങ്സ് വെച്ചിട്ടാണെന്ന് പറയും. പ്രത്യേകിച്ച് സംസ്കൃത ശ്ലോകമൊക്കെ നോക്കിയുള്ളവർക്കറിയാം. അപ്പോൾ ഫോർവേഡായിട്ടും വായിക്കാം, ബാക്ക്വേർഡും വായിക്കാം. ഇതിന് പറയും അനുലോമ വിലോമ പാത എന്ന് പറയും. വിലോമ പാത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിവേഴ്സ് റീഡിങ്. അപ്പോൾ റിവേഴ്സ് റീഡിങ് കുറേയൂടെ റിഫൈൻഡാണ്. മഹർഷി ഈ ഒരു ഫിലോസഫിക്കൽ ആൻഡ് പോയറ്റിക് ട്രഡീഷനാണ് ഉപയോഗിച്ചത് ഉള്ളത് 40. അപ്പോൾ അത് കാരണം നമുക്ക് ആ രീതിയിൽ മനസ്സിലാക്കാൻ നോക്കാം. ഇവിടെ ഉള്ളതോ എന്നുള്ളത് തുടങ്ങാം. അതിൻ്റെ മീനിങ് ഈസ് ദെയർ എന്നാണ്. ഈസ് ദെയർ, ഉണ്ടോ എന്ന മീനിങ് ആണ്. അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് വന്നത്. എന്തായിരിക്കും ഇതിൻ്റെ അർത്ഥം? മഹർഷിയുടെ പ്രധാന ഒരു സൂത്രം എന്താണ്? ഹൂ എം ഐ ആണല്ലോ, ഞാൻ ആര് എന്ന വിചാരമാണല്ലോ. അതെന്താണ്? അതൊരു ചോദ്യമാണ്, ഒരു അന്വേഷണമാണ്. ഇവിടെ നോക്കൂ, ഉള്ളതോ എന്ന് പറഞ്ഞത് ഒരു ചോദ്യമാണ്. അതിൻ്റെ മീനിങ് എന്താണ്? മഹർഷി ഇൻഡയറക്റ്റ്ലി കൺവേ ചെയ്യാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് നമ്മളോട്. നിങ്ങൾ എത്ര വായിച്ചാലും, എത്ര മനസ്സിലാക്കിയാലും, എത്ര പഠിച്ചാലും, ഏതെല്ലാം ഗുരുക്കന്മാരെടുത്ത് പോയാലും നിങ്ങൾക്ക് സാക്ഷാത്കാരം ലഭിക്കണമെങ്കിൽ ചോദ്യം സ്വയം ചോദിക്കണം, നിങ്ങൾ അന്വേഷിക്കണം എന്നാണ് അർത്ഥം.
ഇൻ ഓർഡർ ഫോർ ദാറ്റ് റിയാലിറ്റി ടു ബിക്കം എൻ എക്സ്പീരിയൻസ് ഫോർ യു, നിങ്ങൾക്കതൊരു അനുഭവമായി വരണമെങ്കിൽ നിങ്ങൾ സ്വയം അന്വേഷിക്കണം എന്നാണ് ഉള്ളതോ എന്ന വാക്കിൻ്റെ അർത്ഥം. ചോദിക്കുന്നത് ഉണർവ്. ഉണർവ് എന്ന് പറഞ്ഞാൽ അവെയർനെസ്. ഈസ് ദെയർ അവെയർനെസ് എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് നോക്കാമല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞു ഇൻഫർമേഷന് വേണ്ടിയിട്ടല്ല, അനുഭവതലത്തിൽ ഈസ് ദെയർ അവെയർനെസ്. ഇപ്പോൾ നിങ്ങളിൽ ബോധമുണ്ടോ എന്ന് ചോദിക്കാം. ഉണ്ടല്ലോ, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലും ഈ സമയത്ത് ഇരിക്കുമ്പോൾ ബോധമുണ്ട്. ഈസ് ദെയർ അവെയർനെസ്. അവെയർനെസ് ഓഫ് വാട്ട്? ഉള്ള, ഓഫ് ബീയിങ് എന്നർത്ഥം. ഈസ് ദെയർ അവെയർനെസ് ഓഫ് ബീയിങ് എന്നാണ് ചോദിക്കുന്നത്. എന്താണ് ഈ ബീയിങ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ ഫീലിംഗ് ഓഫ് ഐ ആം, ഞാൻ എന്ന ബോധം നിങ്ങളിൽ ഇപ്പോഴുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നോക്കൂ, മഹർഷിയുടെ ട്രാക്ക് കണ്ടില്ലേ? ഫസ്റ്റ് വേഴ്സാണേ, ഈസ് ദെയർ അവെയർനെസ് ഓഫ് ബീയിങ് ഇൻ യു. നിങ്ങൾക്ക് ഈ നിമിഷം, ഈ സമയത്ത് ഞാൻ എന്ന ബോധം ഉദിക്കുന്നുണ്ടോ, ഫീലിംഗ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അലത്, വിതൗട്ട് എന്നർത്ഥം. വിതൗട്ട് വാട്ട്? വിതൗട്ട് ദാറ്റ് വിച്ച് ഇസ്. ഈസ് ദെയർ അവെയർനെസ് ഓഫ് ബീയിങ് വിതൗട്ട് ദാറ്റ് വിച്ച് ഇസ്. ഇതിൻ്റെ മീനിങ്, കുഡ് ദെയർ ബി അവെയർനെസ് ഓഫ് ബീയിങ് വിത്തൗട്ട് ദാറ്റ് വിച്ച് ഈസ് എന്നാണ്. ഒരു അടിസ്ഥാന സത്യം ഇല്ലാതെ ബോധം ഉണ്ടാകുമോ എന്നാണ് ഇതിൻ്റെ മീനിങ്. നിങ്ങൾക്കും എനിക്കും ബോധമുണ്ടല്ലോ. എന്ത് ബോധം? ഞാൻ എന്ന ബോധം. ആ ഞാൻ എന്ന ബോധം ഒരടിസ്ഥാന സത്യമായ ദാറ്റ് വിച്ച് ഈസ് എന്ന് പറഞ്ഞ എക്സിസ്റ്റൻസ് ഇല്ലാതെ ഉണ്ടാകുമോ എന്നാണ് ചോദിക്കുന്നത്. ശരിക്കുള്ള ഒരു ഉണർവ് ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എന്ന ഉണർവ് ഉണ്ടാകുമോ എന്നാണ് ചോദ്യം. സോ ദെയർ മസ്റ്റ് ബി എ ലിവിങ് റിയാലിറ്റി വിച്ച് ഇസ് ദി ഫൗണ്ടേഷൻ, വിച്ച് ഇസ് ദി സബ്സ്ട്രാറ്റം ഓഫ് ദി എക്സ്പീരിയൻസ് ഓഫ് ഐ ആം. ഇതാണ് അർത്ഥം. നമുക്ക് ഓരോരുത്തർക്കും ഞാൻ എന്ന ഒരു ബോധസത്യമുണ്ടല്ലോ. ആ ബോധസത്യത്തിന് പുറകിൽ അതിൻ്റെ സബ്സ്ട്രാറ്റമായി ഒരു ബോധമുണ്ടായിരിക്കണം, റിയാലിറ്റി ഉണ്ടായിരിക്കണം. ഞാൻ എന്ന ഒരു ഉണർവാണല്ലോ ആ ബോധം. അത് പരമമായ ഒരു ബോധം ഇല്ലാതെ ഉണ്ടാകുമോ എന്നാണ്. പരമമായ ബോധം ഈശ്വരനാണ്, ദൈവമാണ്. ആ ബോധം ദൈവത്തിൻ്റെ, ഈശ്വരൻ്റെ ഇല്ലാതെ നിങ്ങൾക്ക് ഞാൻ എന്ന ബോധം ഉണ്ടാകുമോ എന്നാണ് മഹർഷി ആദ്യമേ ചോദിക്കുന്നത്. ഈ ഒരൊറ്റ വരി മതി, നമുക്ക് മെഡിറ്റേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സംഗതി കിട്ടും. സോ വാട്ട് ഹി മീൻസ് ടു സേ ഈസ്, our consciousness is not different from that consciousness which exists എന്നാണ്. അത് സെപ്പറേറ്റ് അല്ല എന്ന് ബോധ്യപ്പെടുത്താണ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഉള്ളത് എന്ന് പറഞ്ഞതാണ് ദാറ്റ് വിച്ച് ഇസ്. അതാണ് എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഉണർവ് എന്ന് പറയുന്നത് അവെയർനെസ്. അപ്പോൾ ഇവിടെ നോക്കൂ, നമ്മുടെ അവെയർനെസ് ഇവിടെ വേറെ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുകയാണ്. ഞാൻ എന്ന ചെറിയൊരു ബോധം അവിടെ ജനിക്കുമ്പോൾ അതുണ്ടാകണമെങ്കിൽ അതിന് പുറകിൽ മറ്റൊരു ഉള്ളത് ഉണ്ടാകേണ്ടേ എന്നാണ്. ആ ഒരു ഉള്ളതില്ലാതെ ഈ ഉണർവ്, ഈ അവെയർനെസ് ഷൈൻ ചെയ്യില്ല എന്നാണ് അർത്ഥമാകുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, പ്രൈമറി ആയിട്ടുള്ളത് ഉള്ളതാണ്. പ്രൈമറി എന്ന് പറഞ്ഞാൽ ആദ്യത്തേത്, സബ്സ്ട്രാറ്റം, ഫൗണ്ടേഷൻ. ആ ഒരു ഫൗണ്ടേഷൻ, ആ പ്രൈമറി, ആ ആദ്യത്തെ ബോധം ഉള്ളത് കൊണ്ടാണ് ഉള്ള ഉണർവുണ്ടാവുന്നത്. ഉള്ള ഉണർവ് സെക്കൻഡറിയാണ്. നിങ്ങൾക്കും എനിക്കും ഞാൻ എന്ന ബോധം സെക്കൻഡറിയാണ്. അതുണ്ടാകണമെങ്കിൽ പ്രൈമറി ആയൊരു ബോധം വേണം. ഈ പ്രൈമറി ആയിട്ടുള്ള ബോധത്തിന് പറയുന്നു സത്ത് എന്ന്. പ്രൈമറി ആയിട്ടുള്ള ബോധത്തിന് സത്ത് എന്ന് പറയും. സെക്കൻഡറി ആയ ഉള്ള ഉണർവിന് ചിത്ത് എന്ന് പറയും. സത്ത്, ചിത്ത് എന്ന് പറയാറുണ്ടല്ലോ. ഇത് രണ്ടും രണ്ടല്ല, ഇത് രണ്ടും ഒന്നാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവെയർനെസ് ഇസ് നോട്ട് സെപ്പറേറ്റ് ഫ്രം ബീയിങ്. അവെയർനെസ് ഇസ് നോട്ട് സെപ്പറേറ്റ് ഫ്രം എക്സിസ്റ്റൻസ്. അല്ലെങ്കിൽ ബീയിങ് ഇസ് നോട്ട് സെപ്പറേറ്റ് ഫ്രം അവെയർനെസ്. അപ്പോൾ ഈ സത്ത്, ചിത്ത് ഇല്ലാതെ നമ്മളില്ല. അതാണ് മീനിങ്. അപ്പോൾ മഹർഷി ഇവിടെ ആദ്യത്തെ വരിയിൽ തന്നെ പറയുകയാണ്, ഹി ഈസ് റൂളിംഗ് ഔട്ട് ദ പോസിബിലിറ്റി ദാറ്റ് ദെയർ മൈറ്റ് ബി അനദർ സോഴ്സ് ഓഫ് നോളജ്.
ഔട്ട്സൈഡ് ഓഫ് അവർ ഓൺ കോൺഷ്യസ്നെസ്. നമ്മുടെ ബോധതലത്തിലല്ലാത്ത, പുറമേ ഒന്നും തേടിയാൽ കിട്ടാത്ത ഒരു സത്യം പുറത്തില്ല, അകത്തേ ഉള്ളൂ. നമ്മളോട് അന്വേഷിക്കാൻ പറയുകയാണ്, ഉള്ളിലേക്ക് തന്നെ അന്വേഷിക്കണം, എങ്കിലേ കിട്ടുള്ളൂ എന്നാണ് ഈ ഒരു ഫസ്റ്റ് വരിൻ്റെ മീനിങ്. അപ്പോൾ ഈ ഒരു പ്രൈമറി അവെയർനെസ് ഉണ്ടെങ്കിൽ മാത്രം, അതാണ് റിയാലിറ്റി, നോയിങ് ഉണ്ടാവുള്ളൂ. നിങ്ങൾക്കും എനിക്കും അറിയുക എന്നത് ചിത്തിൻ്റെ ഒരു ഫങ്ഷനാണ്. അറിയുക, നമുക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ അതവിടെ ഉണ്ടായിരിക്കണം. ഈവൻ വേൾഡിൽ നമുക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അതവിടെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അറിയാൻ പറ്റില്ല. എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ നമുക്ക് ഈ സത്വസ്തു അറിയണമെങ്കിൽ ആ സത്വസ്തു അവിടെ എക്സിസ്റ്റൻസ് ആയിട്ടുണ്ടായിരിക്കണം. അതാണ് സബ്സ്ട്രാറ്റം. നമുക്ക് ചില ചോദ്യങ്ങൾ അന്വേഷിച്ചാൽ കുറച്ചുകൂടി വേഗം മനസ്സിലാവും. കുഡ് ദി ഐഡിയ ഐ ആം ദ ബോഡി എക്സിസ്റ്റ് വിതൗട്ട് ദി ഐ ആം? മഹർഷിയുടെ ഇതേ വരികളുടെ ഒരു അർത്ഥം പല രീതിയിൽ നമ്മൾ നോക്കുകയാണ് മനസ്സിലാക്കാൻ വേണ്ടി. കുഡ് ദി ഐഡിയ ഐ ആം ദ ബോഡി, ഞാൻ ശരീരമാണ് എന്ന ആശയം, ഞാൻ ആണ് എന്ന ആശയം ഇല്ലാതെ നിലനിൽക്കുമോ? ഞാൻ ശരീരമാണ് എന്ന ആശയം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനാണ് എന്നൊരാശയം വേണ്ടേ അവിടെ? ഐ ആം വേണ്ടേ? ഐ ആം ഇല്ലാതെ ഐ ആം ദ ബോഡി വരുമോ? ഇല്ല. ഞാൻ ഇന്നതാണ് എന്ന് പറയുന്നതിന് മുമ്പ് ഞാനാണ് എന്നുള്ളൊരാശയം വേണം. ഞാൻ ഉണ്ണികൃഷ്ണനാണ് എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് ഞാനെന്ന് വേണം. ഞാനില്ലാതെ എനിക്ക് വേറൊന്നും പറയാൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് ദി സബ്സ്ട്രാറ്റം. ഫസ്റ്റ് ദെയർ മസ്റ്റ് ബി എ ഫീലിംഗ് ഓഫ് ഐ ആം ബിഫോർ വി അട്ടർ എനിത്തിങ് ആഫ്റ്റർ ദാറ്റ്, അല്ലേ? ഞാൻ പുരുഷനാണ്, ഞാൻ സ്ത്രീയാണ് എന്നൊക്കെ പറയണമെങ്കിൽ അതിൻ്റെ സബ്സ്ട്രാറ്റമായിട്ട് ഞാൻ വേണ്ടേ? വേണം. ഫസ്റ്റ് ദെയർ മസ്റ്റ് ബി ദറ്റ് ഫീലിംഗ് ഓഫ് ഐ ആം, ദെൻ ഓൺലി വി ക്യാൻ ടോക്ക് അബൌട്ട് അതർ തിങ്സ്. ഈ പ്യുവർ ഐ ആം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഐ ആം ദ ബോഡി എന്ന് പറയുന്നത് ഉള്ള ഉണർവാണ്, സെക്കൻഡറിയാണ്. ഐ ആം എന്നുള്ളത് ഉള്ളതാണ്, പ്രൈമറിയാണ്. ഇസ് ഇറ്റ് ക്ലിയർ? മറ്റൊന്ന്, കുഡ് ദി ആം എക്സിസ്റ്റ് വിതൗട്ട് ദി ഐ? നേരത്തെ കുഡ് ദി ഐ ആം ദ ബോഡി എക്സിസ്റ്റ് വിതൗട്ട് ദി ഐ ആം എന്ന് ചോദിച്ചു. വീണ്ടും നമുക്ക് അന്വേഷിക്കാം. കുഡ് ദി ആം എക്സിസ്റ്റ് വിതൗട്ട് ദി ഐ? നേരത്തെ പറഞ്ഞ ആണ് എന്ന പ്രൈമറി ട്രൂത്ത്, നേരത്തെ അത് പ്രൈമറി ട്രൂത്ത് ആയിരുന്നു. അത് ഞാൻ ഇല്ലാതെ നിലനിൽക്കുമോ എന്ന് ചോദിക്കാം. ഇഫ് ദർ ഡിഡ് നോട്ട് എക്സിസ്റ്റ് ദ റിയാലിറ്റി കോൾഡ് ഐ ആം കനോട്ട് എക്സിസ്റ്റ്. സോ ഐ ആം എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നത് ഐയിലാണ്. വിതൗട്ട് ദി ഐ ആമിന് ആങ്കർ ഇല്ലാതെയായി മാറും. സോ ആം ബിക്കംസ് ഇൻകംപ്ലീറ്റ് ഐ ഇല്ലാതെ. സത്യമല്ലേ? സോ ഇറ്റ് ഈസ് ഓൾവേസ് ഐ ആം. വെറും ആം ആരും പറയാറില്ല, ഐ ആം എന്നേ പറയുള്ളൂ. അങ്ങനെയാണ്. മറ്റൊന്ന് നോക്കാം. കുഡ് ദി ഐ എക്സിസ്റ്റ് ഇൻ ദി ആബ്സെൻസ് ഓഫ് എ ഫണ്ടമെൻ്റൽ അവെയർനെസ്? നേരത്തെ പ്രൈമറി ഐ ആയിരുന്നു അല്ലേ? ആ അടിസ്ഥാന ബോധം മറ്റൊരടിസ്ഥാന ബോധമില്ലാതെ നിലനിൽക്കുമോ? അല്ലെങ്കിൽ ഞാനെന്ന ബോധം ഐ മറ്റൊരു അടിസ്ഥാന ബോധം ഫണ്ടമെൻ്റൽ അവെയർനെസ് ഇല്ലാതെ നിലനിൽക്കുമോ എന്നാണ് അന്വേഷിക്കേണ്ടത്. മനസ്സിലാക്കണം, ഇത് ജ്ഞാനമാർഗ്ഗമാണ്. പലർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് വരില്ല. ബട്ട് നമുക്കിത് വിചാരം ചെയ്ത് കഴിഞ്ഞാൽ ട്രൂത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. മഹർഷി പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ആ ട്രൂത്ത് ഉണ്ടല്ലോ, അതിലേക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പോൾ ഞാനെന്ന് പറയുമ്പോൾ ഒരു ബോധമില്ലേ നിങ്ങൾക്ക്? ഉണ്ട്. ആ ബോധം സത് വസ്തുവായ എക്സിസ്റ്റൻസ് എന്ന ബോധം ഇല്ലാതെ നിലനിൽക്കില്ല. സത്തില്ലാതെ, എക്സിസ്റ്റൻസ് ഇല്ലാതെ ഞാൻ നിലനിൽക്കില്ല. ഞാൻ എന്ന ഫസ്റ്റ് പേഴ്സൺ പ്രോനൗൺ യാതൊരു പ്രസക്തിയുമില്ല. നമ്മൾ ഞാൻ എന്ന് എത്ര പ്രാവശ്യം ഒരു ദിവസം പറയുന്നുണ്ടല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ബിക്കോസ് ദാറ്റ് ഈസ് സംതിങ് ദറ്റ് വി നോ ഇസ് ട്രൂ. നമുക്ക് എല്ലാവർക്കും അറിയാം. ബാക്കിയൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഞാനുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് എല്ലാവർക്കും സത്യമാണ്, റൈറ്റ്? ആ ഞാൻ എന്ന് പറയുന്നതിൻ്റെ പുറകിൽ ഒരു ഫണ്ടമെൻ്റൽ ട്രൂത്ത് ഉണ്ട്. എന്താണ് ആ ഫണ്ടമെൻ്റൽ ട്രൂത്ത്? എക്സിസ്റ്റൻസ് ആണ്. ഞാൻ എന്ന് പറയുമ്പോൾ ഒരു അവെയർനെസ്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ അവിടെ പോയി എന്ന് പറയുമ്പോൾ ഞാൻ ഈ ശരീരമാണ് എന്ന് പറയുകയാണ്. ഈ ശരീരമായ ഞാൻ അവിടെ പോയി എന്നാണ് പറയുന്നത്. ഈ ശരീരമായ ഞാൻ എന്ന് പറയുന്നതിൻ്റെ പുറകിൽ ഒരു ഫണ്ടമെൻ്റൽ ട്രൂത്ത് എന്താണ്? ഞാനുണ്ട്. എങ്കിലേ ഞാൻ ശരീരമായിട്ട് മാറുന്നുള്ളൂ. അപ്പോൾ ഞാൻ ശരീരമാണ് എന്നുള്ളത് സെക്കൻഡറി ആയിട്ടുള്ള ട്രൂത്താണ്. ഞാൻ എന്നുള്ളത് പ്രൈമറി ട്രൂത്താണ്. ഈ ഞാൻ അവിടെ പോയി എന്ന് പറയുമ്പോൾ ഇനി ശരീരത്തെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ആ ഞാൻ എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടല്ലോ, അതിന് പുറകിൽ മറ്റൊരു ഫണ്ടമെൻ്റൽ ട്രൂത്ത് ഉണ്ട്. അതാണ് എക്സിസ്റ്റൻസ്. അതെപ്പോഴും ഉണ്ട്. ഉറങ്ങുന്ന സമയത്തുമുണ്ട്, ഇല്ലേ? സ്വപ്നത്തിലുമുണ്ട്. എപ്പോഴും ഞാനുണ്ട്. ഡീപ്പ് സ്ലീപ്പിലുണ്ട്. പക്ഷേ ആ ഡീപ്പ് സ്ലീപ്പിൽ നമ്മൾ വേറൊന്നും ഇല്ലാത്തത് കാരണം
സുഖമായി ഉറങ്ങി എന്നൊക്കെ പറയാനുള്ള കാരണം അവിടെയും ഞാൻ ഉണ്ടായിരുന്നു. ആ ഫണ്ടമെൻ്റൽ അവെയർനെസ് അവിടെയുണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് മീൻസ്. മറ്റൊന്ന്, ഇഫ് ദി ഒറിജിനൽ റിയാലിറ്റി വെയർ നോട്ട് അവെയർനെസ്, കുഡ് അവർ റിയാലിറ്റി ബി അവെയർനെസ്? യഥാർത്ഥ യാഥാർത്ഥ്യം, സത്വസ്തു, ബോധം അല്ലായിരുന്നെങ്കിൽ നമ്മുടെ യാഥാർത്ഥ്യം ബോധമാകുമോ എന്നാണ് ചോദ്യം. ഒന്നാലോചിച്ച് നോക്കൂ. റിയൽ ആയിട്ടുള്ള എക്സിസ്റ്റൻസ്, റിയൽ ആയിട്ടുള്ള ട്രൂത്ത് ബോധം അല്ലായിരുന്നെങ്കിൽ നമ്മുടെ സത്യം, റിയാലിറ്റി ബോധമാകുമോ? ഇല്ല. സബ്സ്ട്രാറ്റം അല്ലെങ്കിൽ നമ്മുടെ ഗ്രൗണ്ട് ഓഫ് റിയാലിറ്റി ഇനർട്ടാണെന്ന് വിചാരിക്കുക, അൺകോൺഷ്യസ് ആണെന്ന് വിചാരിക്കുക. നമ്മുടെ അവെയർനെസ് കോൺഷ്യസ് ആകുമോ? ഒരിക്കലുമില്ല. നമ്മുടെ അവെയർനെസ് കോൺഷ്യസ് ആകണമെങ്കിൽ അതിൻ്റെ അണ്ടർലൈങ് റിയാലിറ്റി ആയ എക്സിസ്റ്റൻസും എന്തായിരിക്കണം? കോൺഷ്യസ് ആയിരിക്കണം. വിച്ച് മീൻസ് സത്ത് എന്ന് പറയുന്നത് നമ്മുടെ കോൺഷ്യസ്നെസ് പോലെ തന്നെ ഒന്നാണ്. ഇത് രണ്ടും വേറെ അല്ല എന്നർത്ഥം. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നമ്മൾ വായിക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാ ഐഡിയാസും നമ്മൾ പറയുന്നത്, ശരീരമായിക്കോട്ടെ എൻ്റെ ശരീരം, മനസ്സായിക്കോട്ടെ എൻ്റെ മനസ്സ്, ചില റോൾസ് ആയിക്കോട്ടെ, എൻ്റെ ജോലി, എൻ്റെ ഭാര്യ, എൻ്റെ മകൻ, എൻ്റെ ഭർത്താവ്, എൻ്റെ മകൾ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, ഇതെല്ലാം ഫണ്ടമെൻ്റലി ഡിപ്പെൻഡ് ചെയ്യുന്നത് അയാമിലാണ്. എൻ്റെ എന്ന് പറയുന്നത് കാരണം അല്ലേ? ഈ അയാം എന്ന് പറയുന്നത് ഐയിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആ ഐ എന്ന് പറയുന്നത് അവെയർനെസ് ആണ്. ആ അവെയർനെസ് തന്നെയാണ് സത്വസ്തു, എക്സിസ്റ്റൻസ്. ഇതാണ് ആദ്യത്തെ ലൈനിൻ്റെ മീനിങ്. നൗ ലെറ്റ് us move to the second line. ഉള്ള പൊരുൾ, ഉള്ളൽ അറ, ഉള്ളത്തെ ഉള്ളതാൽ. അപ്പോൾ ഇതും നമുക്ക് പുറകിലേക്ക് നോക്കാം. ഉള്ളതാൽ എന്ന് പറഞ്ഞാൽ സിൻസ് ഇറ്റ് എക്സിസ്റ്റ്സ്. ഇതുവരെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ആ സത്വസ്തു, ആ ഞാൻ, സിൻസ് ഇറ്റ് എക്സിസ്റ്റ്സ്. എവിടെ? ഉള്ളത്തെ. ഉള്ളത്തെ എന്ന് പറഞ്ഞാൽ ഇൻ ദ ഹാർട്ട്. അപ്പോൾ ആ ബീയിങ് സിൻസ് ഇറ്റ് എക്സിസ്റ്റ്സ് ഇൻ ദ ഹാർട്ട് എങ്ങനെയാണെന്ന് പറയാണ്. അറ. അറ എന്ന് പറഞ്ഞാൽ ഫ്രീ ഓഫ്. ഫ്രീ ഓഫ് വാട്ട്? ഫ്രീ ഓഫ് ഉള്ളൽ, ഫ്രീ ഓഫ് തോട്ട്. ഇവിടെ മഹർഷി കൃത്യമായിട്ട് പറയുകയാണ്, ഇത് ചിന്തയല്ല. ഞാൻ എന്നത് ഒരു ചിന്തയായി നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് സത്വസ്തുവല്ല. ഇറ്റ് ഈസ് നോട്ട് ബീയിങ് എക്സിസ്റ്റൻസ് എന്ന് പറയാണ്. എവിടെയാണതുള്ളത്? ഇൻ ദ ഹാർട്ട്. ഹൃദയത്തിലേക്ക് വരുമ്പോൾ ചിന്തയില്ല എന്ന മീനിങ് വന്നു അവിടെ. സിൻസ് ഇറ്റ് എക്സിസ്റ്റ്സ് ഇൻ ദ ഹാർട്ട്, ഫ്രീ ഓഫ് തോട്ട്. പൊരുൾ എന്ന് പറഞ്ഞാൽ റിയാലിറ്റി. ഉള്ള പൊരുൾ, റിയാലിറ്റി. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണ്? ഇറ്റ് എന്ന് പറയുന്നത് റിയാലിറ്റിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സിൻസ് ദാറ്റ് റിയാലിറ്റി എക്സിസ്റ്റ്സ് ആണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മീനിങ് ഇങ്ങനെ വായിക്കാം. സിൻസ് ദാറ്റ് റിയാലിറ്റി എക്സിസ്റ്റ്സ് ഇൻ ദ ഹാർട്ട്, ഫ്രീ ഓഫ് തോട്ട്. കഴിഞ്ഞിട്ടില്ല, കോമയാണ് മൂന്നാമത്തെ ലൈനിലേക്ക് അടുത്ത് പോകുന്നത്. ആ യാഥാർത്ഥ്യം ചിന്തയുടെ അഭാവത്തിൽ ഹൃദയത്തിൽ നിലനിൽക്കുന്നതിനാൽ, മനസ്സിൻ്റെ ആബ്സെൻസിൽ നിലനിൽക്കുന്നതിനാൽ എന്നാണ് പറഞ്ഞത്. ഇവിടെ നോക്കൂ, ആ ഞാൻ, ആ അവെയർനെസ്, നമുക്കെല്ലാവർക്കുമുള്ള ഞാൻ എന്ന അവെയർനെസ് എവിടെയുള്ളത്? ഹൃദയത്തിലാണ് ഉള്ളത്. പക്ഷേ ഇൻ ദി ആബ്സെൻസ് ഓഫ് തോട്ട്, ഫ്രീ ഓഫ് തോട്ട് എന്ന് പറഞ്ഞു. ചിന്തയുടെ അഭാവത്തിലാണ്, മനസ്സിൻ്റെ അഭാവത്തിലാണ് അത് ഹൃദയത്തിൽ വസിക്കുന്നത്. മനസ്സ് വരുമ്പോൾ എന്തായി മാറുന്നു? മറ്റൊരു ഞാൻ അവിടെ വരുന്നു. അതാണ് അവിടെ ഈഗോ എന്ന് പറഞ്ഞൊരു ക്രോസ് കാണിച്ചത്. അത് ബീയിങ് എക്സിസ്റ്റൻസ് അല്ല, അത് കോൺഷ്യസ്നെസ് അല്ല. അത് കോൺഷ്യസ്നെസ് ആകണമെങ്കിൽ ചിന്ത പാടില്ല. അതുകൊണ്ടാണ് ഫ്രീ ഓഫ് തോട്ട് എന്ന് പറഞ്ഞത്. അറ, ഉള്ളലറ എന്ന് പറഞ്ഞെങ്കിൽ ഫ്രീ ഓഫ് തോട്ട് ഇൻ ദ ഹാർട്ട്. തോട്ട് വരുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? തിങ്കിങ് ആയി മാറി, ചിന്തയായി മാറി. ദെൻ ഇറ്റ് ഈസ് നോട്ട് അവെയർനെസ്. ബോഡി അവെയർനെസ് എനിക്ക് വന്നു, അതൊരു ചിന്തയാണ്, ഈഗോ ആയി മാറി, ബീയിങ് എക്സിസ്റ്റൻസ് അല്ല. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് നോട്ട് ഇൻ ദ ഹാർട്ട്. തോട്ട് ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിച്ചു? നമുക്ക് റിയാലിറ്റിയുടെ എക്സ്പീരിയൻസ് ഉണ്ടാകുമോ? ഒരിക്കലുമില്ല എന്ന മീനിങ് ഇവിടെ വരികയാണ്. വൈ? ബിക്കോസ് റിയാലിറ്റി ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻ തോട്ട്. റിയാലിറ്റി എക്സിസ്റ്റ്സ് ഫ്രീ ഓഫ് തോട്ട് എന്നാണ് പറയുന്നത്. എവിടെ? ഇൻ ദ ഹാർട്ട്, ഹൃദയത്തിലാണ്. തിങ്കിങ് എവിടെ നടക്കുന്നത്? ഹൃദയത്തിലല്ല, ഇറ്റ് ഈസ് ഇൻ ദ ഹെഡ്. നമ്മളെല്ലാവരും ഞാനെന്ന് പറയുമ്പോൾ ഹൃദയത്തിൽ കൈവച്ചാൽ പറയുന്നത് അല്ലേ? ഞാൻ എന്ന് പറയാറില്ല. നമുക്കെല്ലാവർക്കും അറിയാം ദറ്റ് ദ റിയൽ ഐ ആക്ച്വലി എക്സിസ്റ്റ്സ് ഇൻ ദ ഹാർട്ട് എന്ന്.
അപ്പോൾ മനസ്സ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സത്വസ്തു, നമ്മുടെ സത്യം, പ്രധാന സത്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ, കണ്ടെത്താൻ സാധിക്കുമോ? കണ്ടെത്താൻ സാധിക്കില്ല. വൈ? ബിക്കോസ് റിയാലിറ്റി എക്സിസ്റ്റ് ഇൻ ദി ആബ്സെൻസ് ഓഫ് തോട്ട്. ഫ്രീ ഓഫ് തോട്ടാണ്. കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക കേട്ടോ. മഹർഷിയുടെ എല്ലാ ടീച്ചിങ്സിനകത്ത് വരുന്നുണ്ട്. മഹർഷി ടീച്ചിങ്സ് വരുന്നുണ്ട്. ചിന്തകൾ വരുമ്പോൾ എന്ത് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം ഇതിനകത്ത് കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സൂത്രവും പിടികിട്ടി. ബാക്കിയുള്ള യാത്ര നമുക്ക് വളരെ എളുപ്പമായി. അപ്പോൾ ഹൃദയത്തിലാണ് എന്ന് പറഞ്ഞു, ചിന്തകളുടെ അഭാവത്തിലാണ് എന്ന് പറഞ്ഞു, അല്ലേ? ഇൻഡിക്കേഷൻ എന്താണ്? നമ്മൾ പുറത്തോട്ട് പോകേണ്ട ആവശ്യമില്ല നമ്മളെ കണ്ടെത്താൻ. ചിന്തകളിൽ പെട്ടാലും നമ്മൾ പുറത്തോട്ട് പോയി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ചിന്തകളുണ്ടെങ്കിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. കാരണം ചിന്തകളുണ്ടെങ്കിൽ നമുക്ക് ഹൃദയത്തിൽ വസിക്കാൻ സാധിക്കില്ല. ഹൃദയത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ ചിന്തകൾ പാടില്ല. ഫ്രീ ഓഫ് തോട്ട്. ഉള്ള പൊരുൾ എന്ന റിയാലിറ്റി നമുക്ക് റിയലൈസ് ചെയ്യണമെങ്കിൽ വി മസ്റ്റ് ബി ഫ്രീ ഓഫ് തോട്ട്. ഉള്ളൽ അറ. അതാണ്. എവിടെയാണ് കണ്ടെത്താൻ സാധിക്കുക? ഉള്ളത്തെ, നമ്മുടെ ഹൃദയത്തിലാണ് കണ്ടെത്താൻ സാധിക്കുക. അതെവിടെയുള്ളത്? അവിടെയുള്ളത്. അതാണ് ഉള്ളതാൽ. സിൻസ് ദറ്റ് റിയാലിറ്റി എക്സിസ്റ്റ് ഇൻ യുവർ ഹാർട്ട്, ഫ്രീ ഓഫ് തോട്ട്. അപ്പോൾ മനസ്സുകൊണ്ട് ഒരു കളി കളിച്ചാലും നമുക്ക് ഇവിടെ എത്താൻ സാധിക്കില്ല എന്ന് പറയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നീട് എന്താണ് എന്ന ചോദ്യം വരും. ഈ സെൻറ്റൻസ് കഴിഞ്ഞില്ലല്ലോ. സിൻസ് ദാറ്റ് റിയാലിറ്റി എക്സിസ്റ്റ്സ് ഇൻ ദ ഹാർട്ട് ഫ്രീ ഓഫ് തോട്ട് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞിട്ടില്ല. ബാക്കി വരുന്നു. ഉള്ളം എനും ഉള്ള പൊരുൾ ഉള്ളൽ എവൻ. നോക്കൂ, എത്ര ഉള്ളയാണ് വരുന്നതില്ലേ. ഇവിടെയും ക്വസ്റ്റ്യൻ ആട്ടോ. എവൻ എന്ന് പറഞ്ഞാൽ ഹൂ ക്യാൻ, ആർക്കാണ് എന്നാണ് ചോദിക്കുന്നത്. ഹൂ ക്യാൻ, ആർക്ക് എന്ത് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഉള്ളൽ എന്ന് പറഞ്ഞാൽ മെഡിറ്റേറ്റ് എന്നാണ്. ആർക്കാണ് ധ്യാനിക്കാൻ കഴിയുക? എന്തിൽ? ഉള്ള പൊരുൾ, റിയാലിറ്റി. ആർക്കാണ്? റിയാലിറ്റിയിൽ, സത്വസ്തുവിൽ ധ്യാനിക്കാൻ കഴിയുക. എനും എന്ന് പറഞ്ഞാൽ കോൾഡ്, ഉള്ളം, ദ ഹാർട്ട്. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണ്? ഹൂ ക്യാൻ മെഡിറ്റേറ്റ് ഓൺ ദാറ്റ് റിയാലിറ്റി ദാറ്റ് ഇസ് കോൾഡ് ദ ഹാർട്ട്. ഹൂ കുഡ് മെഡിറ്റേറ്റ് അപ്പോൺ ദാറ്റ് റിയാലിറ്റി കോൾഡ് ദ ഹാർട്ട്. ഇതിന് മുമ്പ് എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഹൃദയത്തിൽ ചിന്തകളുടെ അഭാവത്തിൽ ആണല്ലോ ആ സത്വസ്തു ഉള്ളത്. മെഡിറ്റേറ്റ് ചെയ്യുന്നത് ആരാ? ഒരു ചിന്തകനല്ലേ? ഒരാൾ വേണ്ടേ മെഡിറ്റേറ്റ് ചെയ്യാൻ? ഒരാളവിടെ വരുന്ന സമയത്ത് മെഡിറ്റേഷൻ നടക്കുമ്പോൾ ഈ മെഡിറ്റേറ്റ് ചെയ്യുന്ന ഞാനുമുണ്ട്, ഞാൻ എവിടേക്കാണോ പോകാൻ ശ്രമിക്കുന്നത് ആ ഒരു പോയിൻറ്റുമുണ്ട്. അത് ഹൃദയമാണ്. അപ്പോൾ ഞാനിവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? നടക്കില്ല. ഹൂ ക്യാൻ മെഡിറ്റേറ്റ്? ആർക്കാണ് അങ്ങനെ ചെയ്യാൻ സാധിക്കുക? ഹൃദയം എന്ന യാഥാർത്ഥ്യത്തിൽ ആർക്കാണ് ധ്യാനിക്കാൻ കഴിയുക എന്നാണ് മഹർഷി ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന ധ്യാന രീതികളിലൂടെ നമുക്ക് നമ്മുടെ യാഥാർത്ഥ്യത്തെ അറിയാൻ കഴിയില്ല എന്ന് വളരെ സ്പഷ്ടമായി മഹർഷി പറയുകയാണ് ആദ്യത്തെ ശ്ലോകത്തിൽ. നമ്മൾ ചിത്രമായിട്ട് കാണുകയാണെങ്കിൽ ഹൂ കുഡ് മെഡിറ്റേറ്റ് അപ്പോൺ ദറ്റ് റിയാലിറ്റി കോൾഡ് ദ ഹാർട്ട്. ചോദ്യം എന്നവിടെ നമ്മൾ ചോദിക്കണം, ശരിക്ക് ഈ ഞാൻ എന്ന് പറയുന്ന, ഞാൻ ശരീരമാണ്, ഞാൻ മനസ്സാണ് എന്ന് തോന്നുന്ന ഒരു ഈഗോ ഉണ്ടല്ലോ, അതിന് ധ്യാനിച്ച് മനസ്സിൽ പലതും ചെയ്തുകൊണ്ട് ഹൃദയത്തിലേക്ക് ഇറങ്ങാൻ പറ്റുമോ? പറ്റില്ല എന്ന് മഹർഷി പറയാണ്. യു കനോട്ട്. ദ ഈഗോ കനോട്ട് മെഡിറ്റേറ്റ് ഓൺ ദ ഹാർട്ട് ആൻഡ് റീച്ച് ദ ഹാർട്ട്. ഈ ഐ, ഇഫ് ഇറ്റ് മെഡിറ്റേറ്റ്സ് ഓൺ ദ ഹാർട്ട്, ദർ ഇസ് ഡുവാലിറ്റി. ദ്വൈതം വന്നു. ദ്വൈതത്തിൽ ഈ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല എന്ന മീനിങ് ആണ് ഇവിടെ മഹർഷി നമുക്ക് തരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? അതാണ് നാലാമത്തെ വരി. ഉള്ളത്തെ ഉള്ളപടി ഉള്ളതേ ഉള്ളൽ ഉണർ. ഉണർ എന്ന് പറഞ്ഞാൽ അറിയുക, നോ ദസ്. മഹർഷി അടിവരായിട്ട് ലാസ്റ്റ് വരിയിൽ ഉറപ്പിക്കുകയാണ് എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന്. ഉണർ, നിങ്ങളോട് അറിയാനാണ് പറയുന്നത്. വാട്ട് ഷുഡ് യു നോ? നോ. ഉള്ളൽ എന്ന് പറഞ്ഞാൽ വീണ്ടും മെഡിറ്റേറ്റ്. മെഡിറ്റേറ്റ്. ഉള്ളതേ എന്ന് പറഞ്ഞാൽ ബീയിങ്. ഉള്ളപടി, ആസ് വൺ ഈസ്. നിങ്ങൾ എങ്ങനെയാണോ യഥാർത്ഥത്തിൽ ഉള്ളത് അതുപോലെ തന്നെ. ഉള്ളത്തെ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ. അപ്പോൾ യഥാർത്ഥത്തിൽ ഹൃദയത്തിൽ ധ്യാനിക്കുക എന്നാൽ ഹൃദയത്തിൽ വസിക്കുക എന്നാണ് എന്നർത്ഥം. ഹൃദയം ആയി മാറുക എന്നാണ്, എന്നറിയുക എന്നാണ് പറയുന്നത്. ആസ് വൺ ഈസ്. സോ ദിസ് ഇസ് ദ മീനിങ്.
നോ ദാറ്റ് ടു അബൈഡ് ഇൻ ദ ഹാർട്ട് ആസ് വൺ is truly to meditate upon the heart. അപ്പോൾ നമ്മൾ റിയൽ അവെയർനെസ്സായി മാറുകയാണ് ചെയ്യുന്നത്. നമ്മൾ ശരിക്കും അതാണ്. നമ്മൾ ഓരോരുത്തരും പ്യോർ അവെയർനെസ്സാണ്. അതല്ല എന്ന് തെറ്റിദ്ധരിച്ച് നമ്മളെന്ത് ചെയ്യുന്നു, മറ്റെന്തോ ആണ് എന്ന് വിചാരിച്ചു, എന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് ഇവിടേക്ക് എത്തണം എന്ന് വിചാരിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബുദ്ധിമുട്ടാണ്. ഈ സത്യം പൂർണ്ണമായി നമ്മൾ മനസ്സിലാക്കി എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് അബൈഡ് ഇൻ ദ ഹാർട്ട്. ഒന്നും ചെയ്യാനില്ല എന്നാണ് ശരിക്കും മഹർഷി ഇവിടെ പറയുന്നത്. ഈഗോന് എന്ത് ചെയ്താലും എത്താൻ സാധിക്കാത്ത ഒരു തലമാണ് ഹൃദയം. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. സോ ഇങ്ങനൊരു ഇമേജ് വേണമെങ്കിൽ കാണിക്കാം. നോ ദാറ്റ് ടു അബൈഡ് ഇൻ ദ ഹാർട്ട് ആസ് വൺ ഈസ് ട്രൂലി ടു മെഡിറ്റേറ്റ് അപ്പോൺ ദ ഹാർട്ട്. ഈഗോനെ മാറ്റി നിർത്തി. ഈഗോ എന്ത് ചെയ്താലും നടക്കില്ല. അതുകൊണ്ടാണ് മഹർഷിയുടെ ജ്ഞാനമാർഗത്തിൽ ഹൂവമൈ എന്ന് അന്വേഷിക്കാൻ പറയുന്നത്. നമ്മളോട് വേറൊന്നും മഹർഷി ചെയ്യാൻ പറയുന്നില്ല കേട്ടോ. ഈ ഞാൻ ആര് എന്ന് അന്വേഷിക്കാനാണ് പറയുന്നത്. കാരണം അങ്ങനെ ഈ ഞാൻ എന്ന ഈഗോ ഉണ്ടല്ലോ, അത് സ്വയം അന്വേഷിക്കുമ്പോൾ മാത്രമേ അതില്ലാതെയാവുകയുള്ളൂ. ഞാൻ മെഡിറ്റേറ്റ് ചെയ്ത് കണ്ടെത്തുമെന്ന് പറഞ്ഞാൽ അത് കൂടുതൽ ശക്തി പ്രാപിക്കും ഈഗോ. ഈ ഞാൻ ആര് എന്ന് അന്വേഷിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ അന്വേഷകൻ ഇല്ലാതെയാവും. അന്വേഷകൻ ഇല്ലാതെയാകുന്ന സമയത്ത് സ്വയം നമ്മൾ ഹൃദയമായി മാറും. യഥാർത്ഥ അവെയർനെസ്സായി നമ്മൾ ഹൃദയത്തിൽ കുടികൊള്ളുന്നുണ്ടല്ലോ, നമുക്ക് അവിടേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റും. ഈഗോ ഇല്ലാതെ ഈഗോനൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഒന്നുകൂടെ നോക്കാം. കുഡ് ദെയർ ബി അവെയർനെസ് ഓഫ് ബീയിങ് വിത്തൗട്ട് ദാറ്റ് വിച്ച് ഇസ്? ആ സദ്വസ്തു ഇല്ലാതെ, എക്സിസ്റ്റൻസ് ഇല്ലാതെ നമുക്ക് ഒരു അവെയർനെസ് ഉണ്ടാകുമോ എന്ന ആദ്യത്തെ ചോദ്യം. 2, സിൻസ് ദാറ്റ് റിയാലിറ്റി എക്സിസ്റ്റ്സ് ഇൻ ദ ഹാർട്ട് ഫ്രീ ഓഫ് തോട്ട്. ചിന്തകളുടെ അഭാവത്തിലാണ് ആ സത്യം നമ്മുടെ ഹൃദയത്തിൽ നിലകൊള്ളുന്നത്. അങ്ങനെ ആയതുകൊണ്ട് ഹൂ കുഡ് മെഡിറ്റേറ്റ് അപ്പോൺ ദാറ്റ് റിയാലിറ്റി കോൾഡ് ദ ഹാർട്ട്? ആർക്കാണ് ആ സദ്വസ്തുവിൽ ധ്യാനിക്കാൻ കഴിയുക? കാരണം മനസ്സ് എന്ന് പറയുന്നത് മറ്റതിൽ നിന്ന് ഉണ്ടായതാണല്ലോ. എന്തിൽ നിന്നാണോ ഒരു സംഗതി ഉണ്ടായത്, ആ ഉണ്ടായ സാധനം സെക്കൻഡറിയാണ്. സെക്കൻഡറി ആയ ഒരു സാധനത്തിന് പ്രൈമറിയിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കില്ല. അതാണ് മീനിങ്. Therefore he says, know that to abide in the heart as one is truly to meditate upon the heart. ആദ്യത്തെ വരിയിൽ മഹർഷി എസ്റ്റാബ്ലിഷ് ചെയ്യാണ് നമ്മുടെ പ്രൈമസി ഓഫ് ആർ ബീയിങ്. രണ്ടാമത്തെ വരിയിൽ ഹി ഡിഫൈൻസ് ഇറ്റ്സ് ലൊക്കേഷൻ. ഹൃദയത്തിലാണ് എന്ന് പറയാണ്. ആ ഹൃദയത്തിലാകണമെങ്കിൽ പ്യോറായിരിക്കണം. പ്യോർ എന്ന് പറഞ്ഞാൽ ഇംപ്യോറായ ചിന്തയെ മാറ്റി നിർത്തണം. നല്ല ചിന്തയായാലും ശരി, മോശം ചിന്തയായാലും ശരി, രണ്ടും അസത് വസ്തുക്കളാണ്. കാരണം അത് ഹൃദയത്തിലല്ല, ഫ്രീ ഓഫ് തോട്ട് ആയിരിക്കണം. നമുക്ക് ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ചിന്ത വന്നു കഴിഞ്ഞാൽ, ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ എത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കണമെന്ന ഒരു മീനിങ് ആണ് ഇതിലുള്ളത്. മൂന്നാമത്തെ വരിയിൽ ഹി സട്ട്ലി നെഗേറ്റ്സ് ഡുവാലിറ്റി. ഹൂ കുഡ് മെഡിറ്റേറ്റ് അപ്പോൺ ദാറ്റ് റിയാലിറ്റി കോൾഡ് ദ ഹാർട്ട് എന്ന് പറയുമ്പോൾ ഡുവാലിറ്റിയിൽ നമുക്ക് ഈ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല എന്ന് പറയാണ്. ഞാനാണിത് ചെയ്യുന്നത്, ഞാനാണ് ഇത് എന്ന തോന്നൽ വന്നു കഴിഞ്ഞാൽ ഡുവാലിറ്റിയായി. മറ്റൊരാൾക്ക് അവിടേക്ക് എത്താൻ സാധിക്കില്ല. ഈ ഞാൻ എന്ന ഈഗോന് ഒരിക്കലും സെൽഫിലേക്ക് എത്താൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് മൂന്നാമത്തതിൽ. നാലാമത്തതിൽ ഹി പ്രൊവൈഡ്സ് ദ മെത്തേഡ് ഓഫ് ഇറ്റ്സ് റിയലൈസേഷൻ. മെത്തേഡ് എന്താണ്? നിങ്ങൾ ഒന്നും ചെയ്യാതെ സത്യത്തിൽ ആ ഹൃദയത്തിൽ വസിക്കുകയാണ് ചെയ്യേണ്ടത്. ആസ് യു ആർ. അതാണ് യഥാർത്ഥ മെഡിറ്റേഷൻ. ചുമ്മാ ഇരുന്ന് പറയില്ലേ, ഇതാണ് സത്യം. ആ ഒരു സത്യം നമുക്ക് മഹർഷിയുടെ ടീച്ചിങ്സിലൂടെ കണ്ടെത്താൻ സാധിക്കും എന്ന് ഉറപ്പിച്ചുകൊണ്ട് വേണം ധ്യാനങ്ങളിലേക്ക് നമ്മൾ കിടക്കാൻ. സോ ലെറ്റ് us meditate on this today. Please close your eyes. കണ്ണുകളടച്ച് സ്വസ്ഥമായി ഇരുന്ന് നിങ്ങളുടെ ശ്രദ്ധ ആദ്യം ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. ദീർഘമായി ഒരു പ്രാവശ്യം ശ്വാസമെടുക്കുക. സാവധാനം പുറത്തേക്ക് വിടുക. ഒരിക്കൽ കൂടി ദീർഘമായി ശ്വാസമെടുത്ത് സാവധാനം പുറത്തേക്ക് വിടുക. ഓരോ ശ്വാസത്തിലും നിങ്ങളുടെ ശരീരം കൂടുതൽ ശാന്തമാകുന്നതായി അറിയുക.
മനസ്സിലെ ചിന്തകളെല്ലാം തൽക്കാലത്തേക്ക് ഒഴുകിപ്പോകട്ടെ. ഈ നിമിഷം ഇവിടെ പൂർണ്ണമായി പ്രസന്റ് ആവുക. ഇനി നിങ്ങളുടെ ശ്രദ്ധ പുറമേയുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും ശരീരത്തിൽ നിന്നും ഉള്ളിലേക്ക് തിരിക്കുക. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും നിലനിൽക്കുന്ന ആ ഒരു അറിവിലേക്ക് ഞാൻ ഉണ്ട് എന്ന ഫീലിങ്ങിലേക്ക് ശ്രദ്ധ കൊണ്ടുപോവുക. ആ ഒരൊറ്റ അറിവ്, ഞാൻ ഉണ്ട്. ഈ ഞാൻ ഉണ്ട് എന്ന സത്യത്തിന് പ്രത്യേക നിറമോ രൂപമോ ഭാരമോ ഒന്നുമില്ല. ഇതൊരു ചിന്തയല്ല, മറിച്ച് എല്ലാ ചിന്തകൾക്കും മുൻപുള്ള, എല്ലാ ചിന്തകൾക്കും ആധാരമായ നിങ്ങളുടെ നിലനിൽപ്പിൻ്റെ ബോധമാണ്. ഞാൻ ഉണ്ട് എന്ന അറിവ്. ഈ ബോധം കാലദേശങ്ങൾക്കതീതമാണ്. It is beyond time and space. ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തുടിക്കുന്ന ഞാൻ ഉണ്ട് എന്ന ബോധത്തിന് ഇന്നലെ ഒന്നില്ല, നാളെ എന്നുമില്ല. ഇന്ന് എന്ന് പോലുമില്ല. ഇപ്പോൾ എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു അനശ്വരമായ ഇപ്പോൾ ആണ്. ദി എറ്റേണൽ നൗ. ഞാൻ ഉണ്ട് എന്ന ഉണർവ്. ഭഗവാൻ രമണ മഹർഷി ചോദിക്കുന്നു, ഉള്ളത് എന്ന സത്യം ഇല്ലാതെ ഉണ്ട് എന്ന ആ ഉണർവിന്, ബോധത്തിന് നിലനിൽപ്പുണ്ടോ? നിങ്ങൾക്കിപ്പോഴുള്ള ഞാൻ ഉണ്ട് എന്ന ഈ അനുഭവം ആ ശാശ്വതമായ സത്യത്തിൻ്റെ
ഉള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ആ സത്യം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഞാൻ ഉണ്ട് എന്ന് ഇപ്പോൾ അറിയുന്നത്. ഈ അടിസ്ഥാനപരമായ ബോധത്തിൽ അല്പനേരം ഇരിക്കുക. ഇതാണ് യഥാർത്ഥ നിങ്ങൾ. മറ്റെല്ലാ ചിന്തകളും ഈ ബോധത്തിൽ വന്നു പോകുന്നവയാണ്. ആകാശത്തിൽ മേഘങ്ങൾ വന്നു പോകുന്നത് പോലെ. ഇനി ഈ ഞാൻ ഉണ്ട് എന്ന ബോധം എവിടെ നിന്നാണ് ഉദിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. മഹർഷി പറയുന്നു, ആ ഉള്ള പൊരുൾ സത്യം വിചാരങ്ങളൊന്നുമില്ലാതെ ഹൃദയത്തിലാണുള്ളത്. ശാരീരികമായ ഹൃദയമല്ല. ബോധത്തിൻ്റെ ഉറവിടമായ ആത്മീയ ഹൃദയം. അതാണ് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ആ നിശബ്ദമായ കേന്ദ്രം. ആ കേന്ദ്രം ചിന്തകൾക്കപ്പുറമാണ്. അത് ഹൃദയത്തിൽ പൂർണ്ണ നിശബ്ദതയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങളുടെ ശ്രദ്ധയെ ആ ഉറവിടത്തിലേക്ക്, ചിന്തകളുടെ കോലാഹലങ്ങൾക്കപ്പുറമുള്ള ശാന്തമായ ആ ഇടത്തിലേക്ക്, ആഴങ്ങളിലേക്ക് കൊണ്ടുപോവുക. അവിടെയാണ് നിങ്ങളുടെ യഥാർത്ഥ ഉറവിടം. ഭഗവാൻ രമണ മഹർഷി ചോദിക്കുന്നു, ഹൃദയം എന്ന് പറയുന്ന ആ ഉള്ള പൊരുളിനെ എങ്ങനെയാണ് ധ്യാനിക്കാൻ കഴിയുക?
ചിന്തകൾക്കപ്പുറമുള്ള ഒന്നിനെ ചിന്തകളെ ഉപയോഗിച്ച് എങ്ങനെ കണ്ടെത്താൻ കഴിയും? മനസ്സിന് എങ്ങനെയാണ് ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുക? മനസ്സിന് വസ്തുക്കളെ മാത്രമേ അറിയാൻ കഴിയൂ. ആ മനസ്സിന് സ്വന്തം ഉറവിടത്തെ ഒരു വസ്തുവായി കാണാൻ കഴിയില്ല. അതുകൊണ്ട് അതിനെ കണ്ടെത്താനുള്ള എല്ലാ ശ്രമങ്ങളും ഉപേക്ഷിക്കുക. കണ്ടെത്തണം എന്ന ചിന്തയെ വിടുക. അറിയണം എന്ന ആഗ്രഹത്തെയും വിട്ടുകളയുക. എല്ലാവിധ മാനസിക പ്രയത്നങ്ങളിൽ നിന്നും അഭ്യാസങ്ങളിൽ നിന്നും പിന്തിരിയുക. അവസാനം മഹർഷി നമുക്ക് വഴി കാണിച്ചു തരുന്നു. ഹൃദയത്തിൽ ഉള്ളപടി ഇരിക്കുന്നത് തന്നെയാണ് യഥാർത്ഥ ധ്യാനം. അതറിയുക. യഥാർത്ഥ ധ്യാനം ഒരു പ്രവൃത്തിയല്ല. ഒന്നും ചെയ്യേണ്ടതില്ല. ഒന്നും നേടാനുമില്ല. ഉള്ളപടി ഇരിക്കുക. നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപത്തിൽ. അനിശബ്ദമായ ഞാൻ ഉണ്ട് എന്ന ബോധത്തിൽ യാതൊരു ശ്രമവുമില്ലാതെ പൂർണ്ണമായി വിശ്രമിക്കുക.
ആ ശാന്തതയിൽ ലയിച്ചിരിക്കുക. ഇനി സാവധാനം നിങ്ങളുടെ ശ്രദ്ധ ശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരിക. ശരീരത്തെ അറിയുക. ചുറ്റുപാടുകളെക്കുറിച്ച് ബോധവാന്മാരാവുക. പതുക്കെ സമയമാകുമ്പോൾ കണ്ണുകൾ തുറക്കാം. താങ്ക് യു.